Hello friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പറയാൻ നമ്മുടെ ആമസോൺ പേ ബാലൻസിന്റെ അല്ലെങ്കിൽ ആമസോൺ വാലറ്റിന്റെ ഒരു ഫീച്ചറിനെ കുറിച്ചാണ്. ഇപ്പോൾ റീസെന്റ് അവർ ഒരു ആമസോൺ ഫീച്ചർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ആമസോൺ പേ ബാലൻസിൽ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ആമസോൺ വാലറ്റിൽ നമ്മൾ അതിനെ ക്യാഷ് ആഡ് ചെയ്യാം. നമ്മുടെ കാർഡ് ഉപയോഗിച്ചിട്ട് UPI ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ നമ്മുടെ ആമസോൺ പേ വാലറ്റിൽ ക്യാഷ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ആക്ച്വലി പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഡെലിവറി എക്സിക്യൂട്ടീവ് നമ്മുടെ വീട്ടിൽ വരുമല്ലോ. അപ്പോൾ ആൾക്ക് ആക്ച്വലി വേണമെങ്കിൽ നമുക്ക് 50,000 രൂപ വരെ, മാക്സിമം 50,000 രൂപ വരെ നമുക്കൊരു ഫുൾ KYC അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് മാക്സിമം 50,000 വരെ നമുക്ക് ആക്ച്വലി ഈ വരുന്ന ആൾക്കാർക്ക് കയ്യിൽ കൊടുത്തിട്ട് വേണമെങ്കിൽ ആക്ച്വലി നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ആക്ച്വലി കുറേ വരുന്നുണ്ട്, അപ്പം നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഹോം ബാങ്കിങ് എന്നൊക്കെ പറയുന്ന പോലെ അതേ സെയിം സ്റ്റെപ്പ് തന്നെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അല്ല, ആമസോൺ പേ വാലറ്റിലേക്ക് പോകുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വരുന്ന ഡെലിവറി ആളുടെ നമുക്കിപ്പോൾ ഒരു 1000 രൂപ നമ്മുടെ വാലറ്റിലേക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആൾക്ക് 1000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആൾ ആക്ച്വലി വാലറ്റിലേക്ക് ആഡ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ ഒരു പുതിയ ഫീച്ചർ ആക്ച്വലി ഇപ്പോൾ ഒരു റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചിലർക്ക് അറിയുന്നതായിരിക്കും, ചിലർക്ക് ആക്ച്വലി ഇപ്പോൾ ആമസോണൊക്കെ ഇത് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് അറിയാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സംഭവം അവർ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി മെസ്സേജ് വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ, ഇൻട്രൊഡ്യൂസിങ് ക്യാഷ് ഡെപ്പോസിറ്റ് ഇൻ ആമസോൺ ബാലൻസ് അറ്റ് ഡോർ സ്റ്റെപ്പ് എന്നിട്ട് കണ്ടോ, ഇത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഒരു യു ക്യാൻ നൗ ഡെപ്പോസിറ്റ് അപ് ടു 50,000 ക്യാഷ് ഇൻ യുവർ ആമസോൺ പേ ബാലൻസ് വാലറ്റ് ഫ്രം ദ കൺവീനിയൻസ് ഓഫ് എ ഡോർ സ്റ്റെപ്പ്. അപ്പോൾ ഡ്യൂറിംഗ് യുവർ അപ്കമിംഗ് ഓർഡർ ഡെലിവറി ഗീവ് ക്യാഷ് ടു ദ ഡെപ്പോസിറ്റ് ടു യുവർ ഡെലിവറി അസോസിയേറ്റ് ആൻഡ് യു വിൽ ബി ഡെപ്പോസിറ്റ് ടു യുവർ ആമസോൺ പേ ബാലൻസ് അക്കൗണ്ട് ഇൻസ്റ്റന്റ്ലി. അപ്പോൾ വൈ ലോഡ് ക്യാഷ് ഓൺ ആമസോൺ പേ ബാലൻസ് പറയുന്നത്, അപ്പോൾ എന്തിനാണ് ക്യാഷിൽ ആഡ് ലോഡ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ഒരു 3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. നൗ യു ക്യാൻ യൂസ് ആമസോൺ പേ ബാലൻസ് ടു സ്കാൻ ആൻഡ് പേ അറ്റ് QR കോഡ്. അത് കൊള്ളാണ്ട്, എന്ന് വെച്ചാൽ നമുക്ക് QR കോഡ് സ്കാൻ ചെയ്ത് നമുക്ക് ആമസോൺ പേ ബാലൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ നല്ല പറയാം. നൗ സെൻഡ് മണി ടു എനിവൺ യൂസിങ് ആമസോൺ പേ ബാലൻസ്. അങ്ങനെ ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ആമസോൺ പേ ബാലൻസ് ത്രൂ നമുക്ക് ആർക്കെങ്കിലും ക്യാഷ് അയക്കണമെങ്കിൽ അത് അയക്കാം. അത് കൊള്ളാലോ. പേ ബിൽസ് ഡു റീചാർജസ് ട്രാൻസാക്ട് ഓൺ 100+. അത് നമുക്ക് അറിയായിരിക്കും, പർച്ചേസിങ്ങും ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ആമസോണിലും അല്ലെങ്കിൽ റീചാർജസും ബിൽസും കാര്യങ്ങളൊക്കെ ചെയ്യാന്ന്. അപ്പോൾ ഇതിങ്ങനെ ഉപയോഗിക്കട്ടെ. അപ്പോൾ ഇത് കൊള്ളാട്ടെ, നല്ലൊരു ഫീച്ചറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആമസോൺ പേ ബാലൻസിൽ നിങ്ങൾക്ക് എന്താ പറയുക, മാനുവലായിട്ട് ക്യാഷ് ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡെലിവറി വരുന്നതിന് ആളുകളിൽ കാശ് കൊടുത്താൽ മതി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വേണ്ടി വീഡിയോ ഇഷ്ടപ്പെടുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ എല്ലാ കമൻറ്റും പോകുന്നതാണ്. നമ്മുടെ മെയിൻ ചാനൽ കാണാത്തവരെ കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വേണ്ടി ഷെയർ ചെയ്യട്ടെ. അപ്പോൾ ഞാൻ അടുത്ത് ബൈ.